നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആശങ്കയിൽ തീരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. 5 തെങ്ങ് തീരദേശ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുമുണ്ട്. പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. പിള്ളേരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ ഇട്ടായിരുന്നല്ലോ രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് ആ ടൈലും ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 മണി സമയമായപ്പോൾ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ചു. അമ്മ ഇവിടെ പെര കുറഞ്ഞിട്ടുണ്ട് വെള്ളം പോകാൻ. ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിൽ കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നു തിരുവനന്തപുരത്തെ പൂന്തുറ തീരത്ത് നിന്നും. അഖിൽ ഷാ, ഈ കള്ളക്കടൽ പ്രതിഭാസമാണോ എല്ലാ ഇടങ്ങളിലെയും കടൽക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? അവിടെ ഈ തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടോ? അവർക്ക് എന്തെല്ലാം ആശങ്കകൾ ഇപ്പോഴുണ്ട്, പരാതികളുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം അത് തീരദേശ പോലീസിന് ഉപയോഗിച്ചുൾപ്പെടെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീരദേശ റോഡുകളിലൂടെ അനൗൺസ്മെന്റുകളായി തന്നെ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ പ്രദേശത്തൊക്കെ കാണുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ളത് തന്നെയാണെന്നുള്ളതാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നത് അഞ്ചുതെങ്ങ് പൂത്തുറ പ്രദേശത്താണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടാവുകയും അതിന് പിന്നാലെ ചില വീടുകളിലേക്ക് വെള്ളം കയറുകയും 1-2 വീടുകളെ അത് ഭാഗികമായി തകർക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തത്. നമ്മൾ രാവിലെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വീടുകളുടെ പുറകുവശം ഉൾപ്പെടെ തകരുകയും അതിന് പിന്നാലെ വീടിനുള്ളിലേക്ക് തിരമാല അടിച്ചു കയറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഒരു 11 മണിയോടുകൂടി കടൽ ഈ തീരദേശ റോഡിലേക്ക് അടിച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായി. കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അത് റോഡിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസ് എത്തുകയും പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ കടൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. പക്ഷേ രാവിലെ ഉള്ളതുപോലുള്ള അത്ര കടലാക്രമണത്തിന്റെ സ്ഥിതിയിലേക്ക് ഇപ്പോഴില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വൈകിട്ടോടുകൂടി ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ തിരമാല ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ തന്നെ നൽകിയതാണ്. കള്ളക്കടൽ പ്രതിഭാസം അത് അതിതീവ്ര തിരമാലകളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകുന്നുണ്ട്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ സാധന സാമഗ്രികളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്സ്യബന്ധന വള്ളങ്ങൾ, യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കെട്ടിയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഈ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഈ അഞ്ചുതെങ്ങിലെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഗോപികൃഷ്ണൻ. അഖിൽ ഷാ, ഈ ആളുകളെ പൂർണ്ണമായി ഇപ്പോൾ നേരത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ തീരമേഖലയിലുള്ളവരുടേത് കണ്ടത് കുട്ടികളെയൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവരവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ്. ഈ കടൽക്ഷോഭം ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്? മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കുറെ കൂടി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇവരെയൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യം, അത്തരം സാഹചര്യത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അതിൽ വേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ചൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചനയിലുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ്, അതായത് ഈ കള്ളക്കടൽ പ്രതിഭാസം അത് ഇന്നും അതുപോലെ തന്നെ നാളെയും ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ കടൽക്ഷോഭം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചുതെങ്ങിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചിലർ ഇപ്പൊ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലർ അവരുടെ വീടുകളിൽ നിന്ന് മാറാനുള്ള ചില വിമുഖതകൾ കാണിക്കുന്നുണ്ട്. അത് അവരുടെ വീടിനോടുള്ള സ്നേഹവും അതെന്തെങ്കിലും അവിടെ സംഭവിക്കുമോ, വീടില്ലാതാകുമോ എന്നുള്ള പേടികൾ കൊണ്ടൊക്കെയാണ്
തന്നെയാണ്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അവരെ അനുനയിപ്പിക്കാനും അവരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് തെക്കൻ കേരളത്തിൽ രാത്രി 11 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അത് കടലാക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ് തെക്കൻ തീരങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം, മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം. 8:30-ക്ക് ശേഷം, അതായത് രാത്രി 8:30-ക്ക് ശേഷം കടലിലേക്ക് പോകരുതെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കാര്യം അതിശക്തമായ അതിതീവ്രമായ തിരമാലയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് കടലിൽ പോകുന്നത് 8:30-ക്ക് ശേഷം ഒഴിവാക്കണം എന്നുള്ള കർശനമായ ഒരു നിർദ്ദേശവും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉപകരണങ്ങൾ, അവരുടെ ബോട്ടുകൾ, വള്ളങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായ സ്ഥലത്ത് കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഗോപി. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തെ പൂന്തുറയിൽ നിന്ന്. 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് വരുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രതീഷ്, ഇടുക്കി, വയനാട് ഒഴികെ, അല്ലെങ്കിൽ അങ്ങനെ 2-3 ജില്ലകൾ ഒഴികെ ബാക്കിയിടങ്ങളിലൊക്കെ ഈ താപനില ഉയർന്നു തന്നെ നിൽക്കും, വലിയ ചൂട് അനുഭവപ്പെടാൻ ഉള്ള സാഹചര്യം തന്നെയാണ് എന്നാണല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ്, അല്ലേ? യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വേനൽ മഴ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് വരുന്നത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, വരുന്ന 2 ദിവസം കൂടി സംസ്ഥാനത്ത് ഉയർന്ന താപനില ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. 15 ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ 2 ദിവസങ്ങളിലും താപനില ഉയരും. മറ്റ് ജില്ലകളിൽ 35, 36 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വരും ദിവസങ്ങളിലെ താപനില എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മെയ് 8 കൂടി തന്നെ വേനൽ മഴ സംസ്ഥാനത്ത് സജീവമാകുമെന്നൊരു പ്രവചനം കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. അതോടുകൂടി തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ചൂടിന് ഒരു ശമനമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും കണക്ക് കൂട്ടുന്നത്. ബുധനാഴ്ച ഈ മഴയുടെ ഒരു സാധ്യത പരിഗണിച്ച് ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വയനാട് ജില്ലയിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് ഈ ദിവസങ്ങളിലും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഈ മാസം പകുതിയോടുകൂടി തന്നെ വേനൽ മഴ സംസ്ഥാനത്ത് ശക്തമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. മെയ് 15-ന് ശേഷമായിരിക്കും കാലവർഷം എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നതുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ കനത്ത, അതായത് ചൂട് കൂടുമെന്നാണല്ലോ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതീക്ഷ, അവരെ ഉഷ്ണതരംഗത്തിന്റെ സാധ്യതകൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകാനുള്ള ഒരു അവസ്ഥയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പുണ്ടോ കാലാവസ്ഥാ വകുപ്പിന്റെ? ഗോപി, നിലവിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചത്. സാധാരണ താപനിലയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തുമ്പോഴാണ് ഉഷ്ണതരംഗത്തിനുള്ളൊരു സാധ്യത കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. നിലവിൽ സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 41 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ താപനില എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ 40-ൽ താഴെ ആണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതീവ ഒരു ജാഗ്രതാ നിർദ്ദേശം വേണ്ട എന്നതാണ് കാലാവസ്ഥാ വകുപ്പും പറയുന്നത്. പക്ഷേ കുറച്ച് ദിവസം കൂടി നിലവിൽ അനുഭവപ്പെടുന്ന ഉയർന്ന താപനില സംസ്ഥാനത്ത് ഉണ്ടാകും. വേനൽമഴ എത്തുന്നതോടുകൂടി തന്നെ അതിനും ഒരു ആശ്വാസം വരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ DNA സാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചു. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് ഈ നീക്കം. കേസിലെ 1-ാം പ്രതിയായ യുവതി അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി യുവതി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചത്. പെൺകുട്ടി പീഡനത്തിനിരയായെന്ന സംശയത്തെ തുടർന്നാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞിന്റെ പിതൃത്വം സ്ഥിരീകരിക്കുന്നതിനും DNA പരിശോധന ഫലം കൂടിയേ തീരൂ. അശാസ്ത്രീയമായ പ്രവർത്തനത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായ യുവതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അണുബാധ ബാധിച്ചതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രി മാറ്റം ഉണ്ടായത്. ഡിസ്ചാർജ് ചെയ്ത ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി.
പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറും മുൻപ് കലൂരിൽ ഹോസ്പിറ്റലിലെ ശുചിമുറിയിൽ ഒരു യുവതി പ്രസവിച്ചു. നോർത്ത് പോലീസ് മാതാവിനെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളം കലൂരിലെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശിനിയായ 22 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. യുവതി ഗർഭിണിയായിരുന്നുവെന്ന വിവരം ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കൾക്കടക്കം അറിയില്ലായിരുന്നുവെന്നാണ് മൊഴി. ഹോസ്റ്റൽ അധികൃതർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. യുവതിയുടെ ആൺ സുഹൃത്തും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. 24 കൊച്ചി. ബൈക്ക് അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത്. പോലീസ് പറഞ്ഞവർ വന്ന് പറഞ്ഞത് കുഞ്ഞിട്ടിട്ട് ഓടി, ഒരു പെട്ടിയോട്ട് വന്ന് തട്ട് വെട്ടിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനെപ്പറ്റി അത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ മിച്ചർ മേടിക്കാൻ അവിടെ കണ്ടൊരു കാവിൻ്റെ ഇടം കണ്ടൊരു മിച്ചർ വിൽക്കുന്നൊരു വീടുണ്ടായിരുന്നു. അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അത് അവന് ഇവിടെ മീൻ കച്ചവടം എങ്ങാണ്ട് പത്തട്ടൊക്കെ നടത്തുന്ന, ഇവനിങ്ങനെ കല്യാണം ഇതിന് ലൈറ്റ് ഇടാനും ഒക്കെ പോകുന്ന അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്. അങ്ങനെയുള്ളതേ ഉള്ളൂ. അതിട്ടിട്ട് പോയിട്ടിപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ നിർമ്പ് കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെ പറയുന്ന കേട്ട് അവർ വന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല, കണ്ടവർ പറയുന്ന കേട്ടതാ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ഈ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ ഈ സംഭവത്തിൽ? എന്താണ് പോലീസ് ഈ കാര്യങ്ങളിൽ പറയുന്നത്? അങ്ങനെയല്ല ഗോപികൃഷ്ണൻ, വീണ ഉടൻ തന്നെ തലയടിച്ചു ആണ് വീണത്. രക്തം വാർന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ സുധീഷിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസും നാട്ടുകാരും പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം മറിഞ്ഞു വീഴുന്നു. അപ്പോൾ തന്നെ ഈ സുധീഷ് പുറകിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്, പെൺകുട്ടി ഇരുന്നിരുന്നത്, 17 വയസ്സുകാരൻ. എന്തായാലും ആ തലയിടിച്ച് വീണ് അവിടെ തന്നെ കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഉടൻ തന്നെ ഈ സഹദ് എന്ന 20-കാരൻ, ഇയാളുടെ സുഹൃത്ത്, വാഹനം ഓടിച്ചിരുന്നയാൾ പുറകിലേക്ക് ഓടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ വാഹനം കൊണ്ട് ഉന്തി ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ഇത് നാട്ടുകാർ തടയുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലേക്ക് ഇയാളെ ആക്കുകയുമായിരുന്നു. എന്തായാലും ഈ മരണം അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്, വീണപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സഹദിന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് ഇതിനകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം തന്നെ ജാമ്യത്തിൽ വിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അന്നൂരിലെ വീട്ടിലാണ് മാതമംഗലം സ്വദേശി അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്തായ മാതമംഗലം സ്വദേശി സുദർശന പ്രസാദിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം. പയ്യന്നൂർ അന്നൂരിലെ ബെറ്റി എന്നയാളുടെ വീട്ടിലാണ് മാതമംഗലം സ്വദേശിനിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്തായ സുദർശന പ്രസാദിനെ മാതമംഗലത്ത് ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. വീട്ടുടമസ്ഥർ വിനോദയാത്രയ്ക്ക് പോയതിനാൽ വീടിന്റെ പരിപാലന ചുമതല സുദർശന പ്രസാദിനെ ഏൽപ്പിച്ചിരുന്നു. ജോലിക്ക് പോയിരുന്ന യുവതി ഇന്നലെ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയില്ല. പിന്നാലെ ഭർത്താവും സഹോദരനും പോലീസിൽ പരാതി നൽകി. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെയോടെയാണ് യുവതിയെ അന്നൂർ കൊരവയിലെ വീട്ടിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ആളില്ലാത്ത വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയും യുവാവും തമ്മിലുള്ള സൗഹൃദത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ നാട്ടിലെത്തിയിട്ടില്ല. അതിനുശേഷം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവിടെ പോയ സ്ഥലങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത്. ഇങ്ങനെ ബോഡി ഇവിടെ ഇതായിട്ടുണ്ട് പറഞ്ഞിട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ കൊലപാതകത്തിലേക്കും തുടർന്നുള്ള ആത്മഹത്യയ്ക്കും പ്രകോപനമായെന്നാണ് നിഗമനം. 24 കണ്ണൂർ. വാർത്തകളിലേക്ക് വീണ്ടും. നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി. ലൈഫ് ഗാർഡ്മാർക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ ആകുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലിൽ ഇറങ്ങുന്നതിന് ജില്ലാ കളക്ടറുടെ നിരോധനമുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഈ കള്ളക്കടൽ പ്രതിഭാസം തിരുവനന്തപുരം അടക്കമുള്ള പലയിടങ്ങളിലും തീരദേശവാസികളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഈ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് വിനോദസഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നു എന്നതാണോ?
ഗോപികൃഷ്ണൻ തീർച്ചയായും, കാരണം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 11:30 വരെയാണ് തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരമാല 1.5 മീറ്റർ വരെ ഉയരുമെന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കടലിൽ ഇറങ്ങുകയോ ബീച്ചിലേക്ക് എത്തുകയോ ചെയ്യരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത്. ഈ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ സഞ്ചാരികൾ എത്തുകയും കടലിലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നത്. 2 ലൈഫ് ഗാർഡുമാരാണ് ഫോർട്ട് കൊച്ചി ബീച്ചിലുള്ളത്. ഇവർ ഈ സഞ്ചാരികളെ കരയ്ക്ക് കയറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നിലവിൽ സഞ്ചാരികൾ ബീച്ചിലുണ്ട്. നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ പോലീസ് ഈ സംഭവം അറിഞ്ഞ ശേഷം അങ്ങോട്ട് എത്തുന്നില്ല. ഇതുകൊണ്ട് ഈ സഞ്ചാരികളെ നിയന്ത്രിക്കാനാകുന്നില്ല. വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ദുരന്തത്തെ വിളിച്ചു വരുത്തുന്ന രീതിയിൽ സഞ്ചാരികൾ അവഗണിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഈ നിയന്ത്രണങ്ങളുടെ ഒരു ലംഘനമാണല്ലോ. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? ഈ നിയന്ത്രണങ്ങളുടെ ലംഘനത്തിൽ നിലവിൽ നിയന്ത്രിക്കേണ്ട ലൈഫ് ഗാർഡുമാർ അവർക്ക് നിയമപരമായ അധികാരങ്ങളില്ല. അവർ ആളുകളെ പറയുന്നുണ്ട് കടലിൽ നിന്ന് തിരിച്ചു കയറാൻ, അതനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നിസ്സഹായരാണെന്നും പറയുന്നു. പോലീസിനാണ് ഇനി നിയമപരമായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കുക. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ ബീച്ചിലേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ അവിടെ എത്തുന്നവർ വാഹനങ്ങളിലും മറ്റും എത്തി കടലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഏതായാലും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നമുക്കും വയ്ക്കാം. ഏതായാലും നിലവിൽ ഇപ്പോഴും സഞ്ചാരികൾ ബീച്ചിലെത്തുകയും കടലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ശരി ശ്യാം, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തീരമേഖലകളിൽ, പ്രത്യേകിച്ച് ബീച്ചുകളിലൊക്കെ വിനോദസഞ്ചാരികൾ എത്തി നിയന്ത്രണങ്ങൾ പാലിക്കാതെ കടലിൽ ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മേയറുമായുള്ള തർക്കത്തിൽ ഏർപ്പെട്ട KSRTC ഡ്രൈവർ യദു ഗതാഗത നിയമം ലംഘിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. സംഭവ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് KSRTCക്ക് കൈമാറും. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ 2 കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടെ KSRTCക്ക് റോളില്ല. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം 4 വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ 3 വണ്ടിയിലും അതുണ്ട്. അങ്ങനെ ഊരി എടുക്കാറില്ല. വണ്ടി അടച്ചാണ് ഇടുന്നത്. പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അത് ആരെടുത്തു എന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനുള്ള വഴിയില്ല. കാരണം അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ്. ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ യദു എന്ന ഡ്രൈവർ തന്നെയായിരുന്നു. അത് നമ്മളെ രേഖയുണ്ട്. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളതിന് ഇനി ബാക്കി തെളിവും കൂടെ എടുത്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടത്. ഡ്രൈവർ LH യദുവിനെതിരായ പരാതിയിൽ നടി റോഷ്ന ആൻഡ് റോയ്ക്ക് മന്ത്രി KB ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. തനിക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് റോഷ്ന ആൻഡ് റോയ് 24നോട് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് അതും ബോധപൂർവം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, യദു കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കാവുന്ന വിവരങ്ങളാണോ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്തും ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നൊരു കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. KSRTCക്ക് വിവരങ്ങൾ കൈമാറുമെന്ന് പറയുന്നു. എന്താണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഗോപികൃഷ്ണൻ, യദു ഈ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 1 മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചു. ഫോണിൽ സംസാരിച്ചു എന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കണ്ടെത്തൽ. പല തവണയാണ് ഇത്തരം ഒരു ഫോൺ കോൾ ഉള്ളത്. സ്വാഭാവികമായും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 10-15 മിനിറ്റൊക്കെയാണ് വിശ്രമ സമയമുള്ളത്. പക്ഷേ ഇതിനധികം സമയം കോൾ റേഡിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട KSRTCക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാണ് KSRTC
സിയുടെ തീരുമാനം. കാരണം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത് ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട KSRTCയുടെ നടപടിക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തട്ടെ എന്ന നിഗമനത്തിലാണുള്ളത്. എന്തായാലും പോലീസ് മറ്റൊരു തരത്തിലുള്ള അന്വേഷണം കൂടി ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം ഈ തർക്കം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ ഡ്രൈവർ തിരുവനന്തപുരത്തെ തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയിരുന്നു. ഈ ബസ്സിൻ്റെ സമീപത്ത് ഇദ്ദേഹത്തെ കണ്ടു എന്ന ചില മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെയാണോ ഈ മെമ്മറി കാർഡ് ഊരി എന്ന വിഷയത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണത്തിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാമെന്നൊരു നിലപാടാണ് KB ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റോഷനായുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നടിക്ക് പൂർണ്ണമായ പിന്തുണ മന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. നടിയെ ഫോണിൽ വിളിച്ചുൾപ്പെടെ മന്ത്രി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും MVDയുടെ അടുത്തു നിന്നുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുമെന്നും ഇന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഈ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് സച്ചിൻ ദേവിനെതിരെയും തിരുവനന്തപുരം മേയർ ആര്യക്കെതിരെയും കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും നാളെ ഇതിൻ്റെ പ്രൈവറ്റ് പെറ്റീഷൻ തിരുവനന്തപുരത്ത് കോടതി പരിഗണിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി തന്നെയാണ് കോടതി പരിഗണിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. പോലീസിൻ്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുന്നു. ഇതിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ പുതിയ തലത്തിലേക്ക് ഈ മേയർ KSRTC ഡ്രൈവർ തർക്കം മാറുന്ന കാഴ്ചയാണ് ഓരോ ദിവസം കഴിയുന്തോറും കാണുന്നത്. ഗോപികൃഷ്ണൻ. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. പൂഞ്ചിലെ ഭീകരാക്രമണം ചൈനീസ് സഹായത്തോടെയാണെന്ന് പ്രാഥമിക നിഗമനം. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് വെടിയുണ്ടകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. അച്യുതൻ വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ പൂഞ്ചിലെ ആക്രമണത്തിന് പിന്നിൽ ചൈനീസ് ഇടപെടലുണ്ട് എന്ന് തെളിയുന്ന എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഇതുവരെ? ഗോപികൃഷ്ണൻ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് ഇത് ഗൗരവതരമായി തന്നെ ഈ വിഷയം കണ്ടുകൊണ്ട് സൈനിക തലത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ പൂഞ്ചിലെ ഭീകരാക്രമണത്തിന് ഒരു ചൈനീസ് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് ഈ ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചത് M4A1 ടൈപ്പ് അസോർട്ടഡ് റൈഫിളുകളാണ്. ഇവയിൽ ഉപയോഗിച്ചത് ചൈനീസ് സ്റ്റീൽ കോർ ബുള്ളറ്റുകളാണെന്ന് എന്നതാണ് കണ്ടെത്തൽ. അതായത് നേരത്തെ ഈ ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ അവർ പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിക്കുകയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ട് ഈ ഭീകരാക്രമണത്തിൽ ചൈനീസ് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ആ സൈനികതല അന്വേഷണം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഈ പൂഞ്ചിലെ വനമേഖല കേന്ദ്രീകരിച്ച ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. അതായത് കൃത്യമായ മറുപടി അത് നൽകാനാണ് സൈന്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹന പരിശോധനകൾ കർശനമായി നടത്തി വരികയാണ്. അതായത് എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ഭീകരർക്കായി കൂടി ഇപ്പോൾ വല വിരിച്ചിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ CCTV ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ച് രാജ്ഭവൻ. അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന് ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാജ്ഭവൻ ജീവനക്കാർക്ക് പോലീസ് വീണ്ടും സമൻസ് അയച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. തന്നെ വലിച്ചിഴച്ച് താഴെയിടാൻ ശ്രമിക്കുകയാണെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. ഞങ്ങൾ ഗവർണറുടേതായി ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരന് അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് ശക്തി വരും. അതൊരു വലിയ കാര്യം തന്നെയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഈ കേസ് അന്വേഷണം രാജ്ഭവൻ നിസ്സഹകരിക്കുന്നത് കൊണ്ട് വഴിമുട്ടിയിരിക്കുകയാണോ? എന്ത് കാരണം കൊണ്ടാണ് CCTV ദൃശ്യങ്ങളടക്കം പ്രധാന തെളിവുകളെന്ന് പോലീസ് സംശയിക്കുന്ന വിവരങ്ങൾ കൈമാറാൻ രാജ്ഭവൻ വിസമ്മതിക്കുന്നത്? ഗോപി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം 4 പേർക്കാണ് നാളെ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് രാജ്ഭവൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം
പ്രധാനമായും നമുക്കറിയാം CCTV ദൃശ്യങ്ങളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗവർണർക്ക് ഭരണഘടന നൽകുന്ന ഒരു പരിരക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് CV ആനന്ദബോസ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്തായാലും ഈ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസുകാരനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഉണ്ടാകില്ല. അതേസമയം തന്നെ ഈ കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ആശയക്കുഴപ്പം ഇതിനും തന്നെ പോലീസിൽ ഉയർന്നിട്ടുണ്ട്. മനസ്സിലാക്കുന്ന പ്രകാരം സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യാം. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിക്കും. സർക്കാർ രാഷ്ട്രപതി കൈമാറാനുള്ള നീക്കമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തും കൂടുതൽ നടപടികൾ കടന്നാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇതിനും തന്നെ CV ആനന്ദബോസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ CV ആനന്ദബോസ് കേരളത്തിലാണ്. മാത്രമല്ല ഇനി ബംഗാളിലെത്തിയ സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസ് അടക്കം ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധമടക്കം ആഹ്വാനം ഇതിനും തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ രാഷ്ട്രീയ പോരിലേക്ക് ഇതിനും തന്നെ ബംഗാളിലെ ഈ വിഷയം മാറിയിട്ടുണ്ട്. മമതാ ബാനർജി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അതേസമയം തന്നെ താഴെ ഇറക്കാനുള്ള നീക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരാതി എന്ന ഒരു ആരോപണമാണ് CV ആനന്ദബോസ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം സന്ദേശ് കലാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ അഴിമതി വിഷയത്തിലും ശക്തമായ നടപടി താൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ പരാതി എന്ന ഒരു ആരോപണമാണ് CV ആനന്ദബോസും ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസുമായി അന്വേഷണത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ രാജ്ഭവനിന്റെ അടുത്ത നടപടികൾ ഏറെ നിർണായകമാണ്. പോലീസിന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. ഗോപി. നിതിൻ, ഇതിനകത്ത് ഇപ്പോൾ രാജ്ഭവൻ പറയുന്ന അല്ലെങ്കിൽ ഗവർണർ പറയുന്ന ഒരു കാര്യം, തനിക്ക് നിയമപരമായ ഒരു പരിരക്ഷയുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ കാര്യങ്ങളിൽ അന്വേഷണത്തിന് വേണ്ടി എത്തിയാൽ അതിനോട് സഹകരിക്കേണ്ട കാര്യമില്ല എന്നതാണ്. അപ്പോൾ ആ തരത്തിലൊരു ഇമ്മ്യൂണിറ്റി ഗവർണർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണോ അദ്ദേഹം ജീവനക്കാരോട് ഇതിനോട് സഹകരിക്കേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കാൻ അറിയിച്ചിരിക്കുന്നത്? ഗോപി, നിലവിലിപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. കാരണം ആർട്ടിക്കിൾ 361 പ്രകാരം ഗവർണർ ക്രിമിനൽ നടപടി നേരിടുന്നതിനും ഇത്തരത്തിൽ പരിരക്ഷ നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ മറ്റ് കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അന്വേഷണത്തിൽ അതും രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം എന്ന് ഗവർണർ നേരത്തെ തന്നെ ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ഹാജരാക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ എന്തായാലും ഗവർണർ ഇപ്പോൾ രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ രാഷ്ട്രീയമായി അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടാനുള്ള നീക്കം തന്നെയാണ് രാജ്ഭവനും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതി എന്ന നിലയിൽ തന്നെ ഇത് കണ്ടുകൊണ്ട് അതിനോട് അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അടുത്ത നടപടി രാജ്ഭവൻ ഇതിനോട് എങ്ങനെ തുടർ നടപടികൾ മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ പോലീസിന്റെ അടുത്ത് നീക്കവും ഏറെ നിർണായകമാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ 8 അംഗ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും അത് നിസ്സഹരണം തുടരുന്ന പശ്ചാത്തലത്തിൽ എന്താകും അടുത്ത നീക്കമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗോപി. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ടിംപിൾ യാദവ്, സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഇന്ന് റോഡ് ഷോ നടത്തും. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നെഹ്റു കുടുംബത്തിൽ ഭിന്നതയില്ലെന്ന് റോബർട്ട് വാദ്ര വ്യക്തമാക്കി. 94 മണ്ഡലങ്ങളിലാണ് 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലുമായും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായും 1351 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും 3ാം ഘട്ടത്തിൽ ജനവിധി തേടും. BSP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 2ാം ഘട്ടത്തിൽ നിന്നും 3ാം ഘട്ടത്തിലേക്ക് മാറ്റിയ മധ്യപ്രദേശിലെ ബേത്തുൽ മണ്ഡലത്തിലെ വോട്ടെടുപ്പും മറ്റന്നാൾ നടക്കും. ഹത്രാസ്, ആഗ്ര, ഫത്തേപൂർ സിക്രി, ഫിറോസാബാദ്, മെയിൻപുരി എന്നിവയാണ് 3ാം ഘട്ടത്തിലെ ഉത്തർപ്രദേശിലെ പ്രധാന മണ്ഡലങ്ങൾ. അയോധ്യയിൽ ഇന്നെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്ര ദർശനം നടത്തിയ ശേഷമായിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രിയുടെ സന്ദർശന പശ്ചാത്തലത്തിൽ UPയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വീണ്ടും പ്രതികരണവുമായി റോബർട്ട് വാദ്ര എത്തി. സീറ്റുകൾ നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണെന്നും ജനങ്ങളെ സേവിക്കുന്നത് തുടരുമെന്നും വാദ്ര പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെലങ്കാന കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പ്രചാരണം നടത്തുക. 24 ഡൽഹി.
മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 2 വനിതകൾ നേർക്കുനേർ പോരാടുന്ന ഒരേ ഒരു മണ്ഡലമാണ് ബാരാമതി. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയുമാണ് സ്ഥാനാർത്ഥികൾ. നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും അജിത്തിനും ശരത് പവാറിനും നിർണായകമായ ശക്തി പരീക്ഷണമാണ് ബാരാമതിയിൽ. പോരാട്ടത്തെ വ്യക്തിപരമായി കാണേണ്ടതില്ലെന്നും ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായി മാത്രം കണ്ടാൽ മതിയെന്നും സുപ്രിയ സുലെ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പിളർന്നുപോയ പവാർ കുടുംബത്തിലെ 2 പേർ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇത്തവണ ബാരാമതിയിൽ. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ, അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ. NCP എന്ന പാർട്ടിയുടെയും പവാർ കുടുംബത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന കടുത്ത പോരാട്ടമാണ് ബാരാമതിയിൽ ഇത്തവണ നടക്കുന്നത്. My fight is not personally against any person. It's an ideological and political fight against the NDA. No an individual. Why blame Sunetra Pawar? She was never even active in politics. യഥാർത്ഥ NCP ഏതെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനൊപ്പമാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ശരത് പവാറിന് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. സുപ്രിയ ജയിച്ചാൽ നേതാക്കൾ അജിത്തിനൊപ്പമെങ്കിലും അണികളും വോട്ടർമാരും തനിക്കൊപ്പമെന്ന് ശരത് പവാറിന് തെളിയിക്കാനാകും. ഭാര്യ സുനേത്രയെ മത്സരരംഗത്തിറക്കുന്ന അജിത് പവാർ കണ്ണുവെക്കുന്ന ചില കണക്കുകളുണ്ട്. ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJPയുടെ കോട്ടയാണ്. അജിത് പവാറിനുമുണ്ട് 2 മണ്ഡലങ്ങളിൽ വലിയ കരുത്ത്. 1.5 ലക്ഷത്തിലധികം വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച സുപ്രിയ സുലെയെ ഇത്തവണ മലർത്തിയടിക്കാമെന്ന് അജിത്ത് മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹത്തിന് ആധാരം ഈ കണക്കുകളാവും. പിളർപ്പിന് ശേഷം സുപ്രിയ സുലെയും അജിത് പവാറും കടുത്ത അകൽച്ചയിലാണ്. 100-ലേറെ പേർ വരുന്ന പവാർ കുടുംബം ഒന്നടങ്കം സുപ്രിയയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ബാരാമതിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അജിത് പവാറും ഭാര്യയും മക്കളും എന്നതാണ് പവാർ കുടുംബത്തിനകത്തെ മറ്റൊരു ശക്തി കേന്ദ്രം. I'm willing to speak to him even today because I believe in democracy and dialogue. He doesn't speak. I'm happy to speak to everybody because I believe in democracy. 1964-ൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പതിയെ ശരത് പവാറിന്റെ ശക്തമായൊരു കോട്ടയായി ബാരാമതി മാറി. അതുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ബാരാമതിക്കാർ അനുഭവിക്കുന്നത്. ബാരാമതിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ ഈ നടപടി. എന്നാൽ ഉത്തേജക സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചുവെന്ന ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ ആരോപണം ഗുസ്തി താരം ബജ്റംഗ് പൂനിയ തള്ളി. സാമ്പിൾ നൽകാൻ ഒരിക്കലും വിസമ്മതിച്ചിട്ടില്ല. തന്റെ അഭിഭാഷകൻ നാഡയുടെ കത്തിന് മറുപടി നൽകണമെന്നും ബജ്റംഗ് പൂനിയ അറിയിച്ചു. ये बात भी तो मायने रखती है ना. उस लड़की का स्टार्ट होने से पहले ही करियर ख़त्म कर दिया. 20-22 साल की लड़की है वो, अभी जूनियर से सीनियर में आई है. वो कहाँ जाएगी सिर्फ एक राजनीति के चक्कर में. और ये वीडियो मैं आज डालूंगा सोशल मीडिया पर क्योंकि नाडा पहले भी करप्शन में था. बहुत साल बाद वाडा ने उसको बहाल किया था. दोबारा से वही हरकत, क्योंकि ये चलता है पैसों के इशारों पे. तो आज ये वीडियो मैं आप लोगों को शेयर करूंगा. आप भी लोग टेस्ट के टाइम ध्यान रखना. खिलाड़ी ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ബൽറാം, ബജ്റംഗ് പൂനിയയുടെ ഇത്തവണത്തെ ഒളിമ്പിക്സ് സാധ്യതകളെ തുലാസിൽ നിർത്തുന്നതാണല്ലോ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി. ഈ പരിശോധനകളോട് ബജ്റംഗ് പൂനിയ സഹകരിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണോ, അതല്ല ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികാര നടപടിയാണോ? എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്? ഗോപികൃഷ്ണൻ, ഈ വിഷയത്തിൽ ഈ ദേശീയ ഉത്തേജക പരിശോധന ഏജൻസിയായ നാഡയുടെ കത്തിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാർച്ച് 10-ന് ഹരിയാനയിൽ നടന്ന ഈ മത്സരത്തിന് ശേഷം, അത് ക്വാളിഫയർ മത്സരമായിരുന്നു. അതിനുശേഷം സാധാരണ നിലയിൽ താരങ്ങളുടെ
ഉത്തേജക പരിശോധന സാമ്പിളുകൾ നൽകേണ്ടതാണ് താരങ്ങൾ. എന്നാൽ ഈ മത്സരത്തിന് ശേഷം ബജ്റംഗ് പുനിയ സാമ്പിൾ നൽകാതെ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു എന്നും ഇതിന് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് ബജ്റംഗ് പുനിയയ്ക്ക് അയച്ച കത്തിൽ. തുടർന്ന് അറിയിപ്പുണ്ടാകുന്നതുവരെ മറ്റ് മത്സരങ്ങളിലോ ക്വാളിഫയിങ് മത്സരങ്ങളിലോ അടക്കം പങ്കെടുക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 7-നകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ബജ്റംഗ് പുനിയ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് താൻ സാമ്പിൾ നൽകാൻ തയ്യാറല്ല എന്ന് താൻ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് നേരത്തെ അദ്ദേഹത്തിന്റെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഉന്നയിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഈ ഉത്തേജക പരിശോധനയ്ക്കായി നൽകുന്ന കിറ്റുകൾ, ആ കിറ്റുകൾ കാലാവധി പൂർത്തിയാക്കിയ കിറ്റുകളാണ് നൽകിയത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിൽ യാതൊരു പ്രതികരണമോ മറുപടിയോ ഈ നാഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ സാമ്പിൾ നൽകാതിരുന്നത് എന്നുള്ളതാണ്. പരിശോധനയ്ക്കായി നൽകുന്ന കിറ്റുകൾ അത് കാലാവധി പൂർത്തിയായ കാലഹരണപ്പെട്ട കിറ്റുകളാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ പരിശോധന നടത്തിയാൽ അതിൽ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ കായിക താരം എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നാഡയുടെ കത്തിന് തന്റെ അഭിഭാഷകൻ ഉചിതമായ സമയത്ത് മറുപടി നൽകും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ മറ്റ് ഗുസ്തി താരങ്ങൾ അടക്കമുള്ളവർ ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ഒരു നടപടിയാണ്, ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ യാതൊരു മത്സരങ്ങൾക്കും ഈ സസ്പെൻഷൻ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പാരീസ് ഒളിമ്പിക്സ് സാധ്യതകൾക്ക് പോലും മങ്ങലേൽപ്പിക്കുന്നതാണ് നിലവിലുള്ള നടപടി. അദ്ദേഹം മറ്റന്നാൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നൽകുന്ന മറുപടിയോട് നാട എങ്ങനെ പ്രതികരിക്കും എന്നതനുസരിച്ചായിരിക്കും തുടർന്ന് അദ്ദേഹത്തിന്റെ ഒളിമ്പിക്സ് ഭാവി പോലും തീരുമാനിക്കുക. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നുറുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലൈംഗിക അതിക്രമ കേസിൽ കർണാടകയിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് സൂചന. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് JDS നേതൃത്വം പോലീസിനെ അറിയിച്ചു. കേസിൽ ഇന്നലെ അറസ്റ്റിലായ പിതാവ് HD രേവണ്ണയെ ഇന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ എപ്പോഴായിരിക്കും പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ്, അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ എപ്പോൾ കീഴടങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രജ്വൽ രേവണ്ണ എപ്പോൾ വേണമെങ്കിലും ഈ ബംഗളൂരുവിലെത്തി അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങാം എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ എപ്പോഴെത്തും, എവിടെ എത്തും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരിച്ച അല്ലെങ്കിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ JDS നേതൃത്വമാണ് ഇന്നലെ പ്രജ്വൽ രേവണ്ണ ഉടൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുമെന്ന കാര്യം അന്വേഷണ സംഘത്തെ തന്നെ അറിയിച്ചത്. അതിനുശേഷം അതിനുവേണ്ട അറസ്റ്റിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ അന്വേഷണ സംഘം ഒരുക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ മംഗളൂരു വിമാനത്താവളത്തിലേക്ക് എത്തും എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അവിടെയും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട്. എന്നാൽ പിന്നീട് അറിഞ്ഞത് മംഗളൂരുവിലെ ഇന്നത്തെ വിമാന യാത്രക്കാരുടെ പട്ടികയിൽ പ്രജ്വൽ രേവണ്ണയുടെ പേരില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങുമെന്ന വിവരങ്ങൾ തന്നെയാണ് ഇവിടുന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ലഭിക്കുന്നത്. എന്നാൽ അതിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ എന്തായാലും ലഭ്യമായിട്ടില്ല. മറ്റൊരു കാര്യം, ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള HD രേവണ്ണയെ അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിമാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ HD രേവണ്ണയ്ക്കെതിരെയുള്ള 2 കേസുകളും നോൺ ബെയിലബിൾ ആണ്. അതിൽ ഒന്ന് മൈസൂരുവിലെ പീഡനത്തിനിരയായിട്ടുള്ള യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, അതോടൊപ്പം തന്നെ വീട്ടുജോലിക്കാരിയായിട്ടുള്ള മറ്റൊരു യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസ്. ഈ 2 കേസുകളിലാണ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ കടുത്ത പ്രതിസന്ധി JDS BJP നേതൃത്വം നേരിടുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് 2 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഇത്തരം വലിയ സംഭവവികാസങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നത്. ദേവഗൌഡ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു JDSന്റെ നേതാവ്, മുൻ മന്ത്രി ജയിലിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ മകൻ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട് അറസ്റ്റ്, അതായത്
ഇവിടെ വിദേശത്ത് ഒളിവിൽ കഴിയുന്നു. ഉടനെ പ്രജ്വൽ രേവണ്ണയുടെ ഉൾപ്പെടെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. ശരി, BJP പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഈ സംഭവങ്ങൾ. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക് വീണ്ടും. മണിപ്പൂരിലെ ഇംഫാലിൽ ആലിപ്പഴ വർഷം, നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം പറയൂ. ഗോപികൃഷ്ണൻ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ വലിയ തോതിലുള്ള ആലിപ്പഴ വീഴ്ച ഉണ്ടായത്. മുൻകാലങ്ങളിൽ ഒന്നും തന്നെ കാണാത്ത രീതിയിലുള്ള തരത്തിൽ വൻതോതിലുള്ള മഞ്ഞുകട്ടകളാണ് ഈ ഇംഫാൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വീണത്. കാഴ്ചയിൽ കൗതുകം ഉണർത്തുമെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വൻതോതിൽ തന്നെ കേടുപാടുണ്ടായിട്ടുണ്ട് വ്യാപകമായി ഈ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് എന്നാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും വാഹനങ്ങളുടെ മേൽക്കൂരയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഓട് പാകിയ വീടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക്, ഷീറ്റ് മേഞ്ഞ വീടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ കാർഷിക വിളകൾ വൻതോതിൽ നശിക്കാനും ഈ ആലിപ്പഴ വീഴ്ച കാരണമായിരിക്കുന്നു. കൂടാതെ പക്ഷികളും ചെറു ജീവികൾ ഉൾപ്പെടെയുള്ളവ ചത്തുവീണ കാഴ്ചകളും ഈ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി പുറത്തു വരുന്നുണ്ട്. ഈ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. നഗരത്തിൽ മുഴുവനായും തന്നെ മഞ്ഞു മൂടിയ നിലയിൽ വൻതോതിൽ ആലിപ്പഴ വീഴ്ചയാണ് പ്രദേശത്ത് ഉണ്ടായത്. തുടർന്ന് ശക്തമായ മഴയും ഇപ്പോഴും തുടരുകയാണ് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും എന്നാണ് ലഭ്യമാകുന്ന വിവരം. നാശനഷ്ടങ്ങളുടെ പൂർണ്ണ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. CPIM ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് ഇക്കാനഗറിലെ വീട്ടിലെത്തിയത്. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, എസ് രാജേന്ദ്രന്റെ BJP പ്രവേശനം എന്നൊക്കെയുള്ള വലിയ അഭ്യൂഹങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിൽ BJP നേതാക്കളുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഗോപികൃഷ്ണൻ, എസ് രാജേന്ദ്രന്റെ BJP പ്രവേശന സാധ്യതയ്ക്ക് ബലം നൽകുന്നതാണ് ഈ പുതിയ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. ഇത് പരിശോധിക്കാനായാണ് BJP നേതാക്കൾ ഇന്ന് മൂന്നാറിലെത്തിയത്. ഇതിന് പിന്നാലെ രാജേന്ദ്രന്റെ നഗറിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ BJPയുടെ. രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ BJP നേതാക്കൾ തന്നെയാണ് പുറത്തുവിടുകയും ചെയ്തത്. രാജേന്ദ്രനൊപ്പം നിരവധി തോട്ടം തൊഴിലാളികളും BJPയിലേക്ക് വരുമെന്നുള്ളൊരു അവകാശവാദം കൂടി നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ ജാവ്ദേക്കറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രാജേന്ദ്രൻ BJPയിലേക്ക് പോകില്ല എന്ന ഉറച്ച നിലപാടെടുത്തിരുന്നു. ഇപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ കേന്ദ്ര നേതൃത്വവുമായി BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി വീണ്ടും ചർച്ച നടത്തിയെന്നും രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചാൽ BJP പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി രാഹുൽ. ISL 10ാം കിരീടം നേടിയ മുംബൈ സിറ്റി FCക്ക് മുംബൈ വിമാനത്താവളത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. കൊൽക്കത്തയിൽ നിന്നെത്തിയ താരങ്ങളെ ആരാധക സംഘം സ്വീകരിച്ചു. കിരീടം നേടിയതിലെ സന്തോഷം താരങ്ങൾ 24-മായും പങ്കുവച്ചു. ISLന്റെ 10ാമത്തെ കിരീടം നേടി മുംബൈ സിറ്റി FC ഇപ്പോൾ മുംബൈയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആരാധകർക്കിടയിലേക്ക് താരങ്ങൾ ഇറങ്ങുന്നു. ISL ട്രോഫിയാണ് ആരാധകർക്ക് വേണ്ടി കൈമാറുന്നത്. രാഹുൽ ബേക്കയാണ് ഈ ട്രോഫിയുമായി ഈ സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇപ്പോൾ ആരാധകരുടെ ആവേശത്തിലേക്ക്, അവരുടെ സ്നേഹത്തിലേക്ക് മുംബൈ താരങ്ങൾ ഇറങ്ങുകയാണ്. വലിയ ആവേശവും ആഹ്ലാദമൊക്കെ തന്നെ മുംബൈയിലാകെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. രാഹുൽ ബേക്കയുണ്ട്. राहुल कैसा इधर का माहौल अभी? बहुत बढ़िया माहौल. इतने सारे फैंस आए, काफी अच्छा लग रहा है उनके साथ सेलिब्रेट करना है. So how is this victory for you? For me, playing for my home team and winning it here, so it's a great pleasure for me. How was the final? It was a tough one, but the boys played really well. രാഹുൽ ബേക്കയാണ് പറഞ്ഞത്. വലിയ ആവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം. How was the final? It was fantastic. Very good. You have 1 goal behind and you scored 3 goals. That's it. And how was the match?
Yeah, it was good. I think we were a better team, so we deserve to win and we now celebrate. That's it. So how you are experiencing this love from your fans? Oh, it's fantastic. That's what we want, and that's why we bring it back to Mumbai. Come on. Okay. ഓരോ താരങ്ങളും ഈ വിധം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ടീം ബസ്സിലേക്ക് ഈ ട്രോഫിയുമായി പോവുകയാണ്. ഏതായാലും വലിയ ആവേശം. How is the final and you want the victory? You want the cup? Yeah. We are so happy. We are so proud that we bring the trophy back to Mumbai. I think we deserve it and let's celebrate it. ഏതായാലും വിന്നേഴ്സ് ഷീൽഡ് കപ്പിൽ ഉണ്ടായ തോൽവിക്ക് മോഹൻ ബഗാനോട് ഫൈനലിൽ പകരം തീർക്കാൻ കഴിഞ്ഞതിന്റെ ആവേശം കൂടി ആ വാക്കുകളിലുണ്ട്. എപ്പോഴും പറയാറുണ്ട് മുംബൈയെ വളരെ സൂക്ഷിക്കേണ്ട ടീമാണ്. ആദ്യ പകുതി ഒന്നും നോക്കി മുംബൈയെ വിലയിരുത്താൻ കഴിയില്ല. ഈ മത്സരത്തിലും ആദ്യ പകുതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് മുംബൈയാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു ഗോൾ അവർ പുറകിൽ പോയി. പക്ഷേ പിന്നീട് ഗോവയ്ക്കെതിരെ സെമി മത്സരത്തിൽ കണ്ടതുപോലെ ഒരു അത്ഭുത പ്രകടനം മുംബൈയിൽ നിന്നുണ്ടായി. അങ്ങനെയാണ് മുംബൈ വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാം തവണ ISL കിരീടം ഉയർത്തുന്നത്. ഏതായാലും വലിയ ആവേശം മുംബൈ വിമാനത്താവളത്തിന് പുറത്ത് ഉണ്ട്. ഇനി താരങ്ങൾക്ക് ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ദിനമാകെ ആഘോഷിക്കാനുള്ളതാണ് മുംബൈയിൽ. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനമാണ് ഇന്ന്. കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ സ്മാരകത്തിൽ ആഘോഷ ചടങ്ങുകൾ നടന്നു. തുള്ളൽ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന കുഞ്ചൻ അവാർഡ് C ബാലകൃഷ്ണന് സമ്മാനിക്കും. സ്മാരകത്തിലെ ജീവനക്കാരുടെ വേതന പ്രതിസന്ധി പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. ചാക്യാർകൂത്ത് അവതരണത്തിനിടെ മിഴാവ് കലാകാരൻ ഉറങ്ങിപ്പോവുകയും തനിക്കേറ്റ പരിഹാസത്തിന് മറുപടിയുമായി അടുത്ത ദിവസം നമ്പ്യാർ ആവിഷ്കരിച്ച കലാരൂപം ഓട്ടം തുള്ളലെന്നും ചരിത്രം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം സാധ്യമെന്ന് മലയാളിക്ക് കാണിച്ചു തന്ന ഹാസ്യകവി. ജന്മഗൃഹത്തിൽ ഇന്നും കുഞ്ചൻ നമ്പ്യാർ ഓർമ്മകൾ തേടി എത്തുന്നത് നിരവധി പേർ. ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിൽ കുഞ്ചൻ സ്മാരകത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ജന്മദിന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാർ ഒരു കാര്യമാണ്, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം വേറൊരു കാര്യമാണ്. ഇന്നത്തെ ഒരു കാലത്ത് കുഞ്ചൻ നമ്പ്യാരുടെ പൈതൃകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ കാലത്തോട് പ്രതികരിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണ്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഒരു സ്മാരകം എന്നുള്ള നിലയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിലെ കുഞ്ചൻ സ്മാരകം സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഗ്രാന്റ് നൽകാതായതോടെ അധ്യാപകരടക്കമുള്ള ജീവനക്കാർക്ക് മാസങ്ങളുടെ വേതന കുടിശ്ശികയാണുള്ളത്. ഒരു സംസ്കാരത്തിന് തന്നെ അവശേഷിപ്പായ സ്മാരകം സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. 24 പാലക്കാട്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു.